ഇന്ന് നമ്മൾ തുടങ്ങാൻ പോകുന്നത് ഒരു പ്രത്യേകതര ചപ്പാത്തിയാണ്. അതിന് ആവശ്യം എന്തൊക്കെയാണെന്ന് നോക്കാം. മുരിങ്ങക്കീര അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്, കഴുകി വെച്ചതാണ് നേരത്തെ. ബാക്കിയുള്ള സാധനം നോക്കാം. ബ്ലാക്ക് സാൾട്ട്, മുളക് പൊടി, ജീരകപ്പൊടി, മഞ്ഞപ്പൊടി, പിന്നെ മുരിങ്ങയ്ക്ക വേവിച്ചത് വെള്ളം, അത് നമുക്ക് അരിച്ച് അതിലോട്ട് ഒഴിക്കാം. പിന്നെ കുറച്ച് ഗരം മസാലയും കൂടെ ചേർക്കണം. ഈ മുരിങ്ങ ഇലയും മുരിങ്ങക്കായാണ് ഇതിന് പ്രധാനം. ഈ ചപ്പാത്തിക്ക് ഒരു പ്രത്യേക ഇതുണ്ട്, അത് ഞാൻ പിന്നെ ലാസ്റ്റിൽ പറയാം. ഇത് മുരിങ്ങയുടെ കൊത്ത് മാറ്റി വയ്ക്കാം. അടുത്തത് ബ്ലാക്ക് സോൾട്ട് ചേർക്കാം. ബ്ലാക്ക് സോൾട്ട് ഇവിടെ ആരും ചേർക്കാറില്ല. നമ്മൾ ഇത് ബ്ലാക്ക് സാൾട്ട് ആദ്യമായാണ് കാണുന്നത്. ബ്ലാക്ക് സാൾട്ട് നല്ലതാണ് ശരീരത്തിന്. മുളക് പൊടി, ജീരകപ്പൊടി, മഞ്ഞപ്പൊടി ഇട്ട് ചപ്പാത്തി നിങ്ങൾ ആദ്യമായിട്ടായിരിക്കും കാണുന്നത്. നോക്കാം. ഇത് കഴിഞ്ഞിട്ട് മുരിങ്ങക്കീര നമ്മൾ അരിഞ്ഞു വെച്ചത് അതിൽ ചേർക്കാം. ചേർത്തിട്ട് മാവ് മിക്സ് ചെയ്യാം. ഇതിൽ ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇനി വേണമെങ്കിൽ വെള്ളം ആവശ്യമാണെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഈ മുരിങ്ങയ്ക്ക വേവിച്ച വെള്ളമുണ്ട്, അത് തന്നെ മതിയാവും. ചപ്പാത്തി ഒരു ചെറിയ മഞ്ഞ കളർ കാണും. സ്റ്റൗവിൻ്റെ അടുത്ത് സ്ഥലം പോരാത്തുണ്ട്. സ്റ്റൗവിൻ്റെ മുഖത്ത് വെച്ച് കുഴയ്ക്കുന്നത്. നമ്മൾ ചെറിയ ഒരു അടുക്കള ആയതുകൊണ്ട് ഇനി നമുക്ക് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് കാണിക്കാം. മാവ് കുഴച്ച് റെഡിയാക്കിയിട്ടുണ്ട്. ഇനി അടുത്ത് ബോൾ പിടിച്ച് ചപ്പാത്തി പരത്തണം. ചെറിയ ചെറിയ ഉണ്ടകളാക്കിയിട്ട് പിന്നെ പരത്തിയിട്ട് ചുട്ട് കാണിച്ചു തരാം. വേണ്ട, ഇതുപോലെ നമ്മൾ ഇവിടുത്തെ ചപ്പാത്തിയാണ് വെള്ള കളറിലിരിക്കും. ഇത് ഇത്തിരി മഞ്ഞ കളറാണ്. ഇതിൽ മുരിങ്ങ ഇല ഇട്ടിട്ടുണ്ട്. പിന്നെ ഉപ്പ് പ്രത്യേകതയാണ്. ബ്ലാക്ക് സാൾട്ട് എന്ന് പറയുന്നത് നമ്മളെ ഉപ്പുമായിട്ടുള്ള ചെറിയ വ്യത്യാസങ്ങളുണ്ട്. ആ ഉപ്പ് ഇമയമലയിൽ നിന്ന് വെട്ടിയെടുക്കുന്ന ഉപ്പാണത്. അതിന് ഒരു പ്രത്യേക ടേസ്റ്റാണ് അതിന്. ലാസ്റ്റിൽ ഉരുട്ടി കഴിഞ്ഞു. അവസാനത്തെ ഉരുണ്ടയാണ്. ഇനി നമുക്ക് പരത്തിയിട്ട് ചൂടാൻ നേരത്തെ നമുക്ക് കാണിക്കാം. മാവ് മുക്കിയിട്ട് ഇതേപോലെ വെച്ച് അതിനെ പരത്തിയെടുക്കാം നമുക്ക്. ഇതാണ് ഒരു ചപ്പാത്തിയുടെ സൈസ്. ഇതേപോലെ എല്ലാ ചപ്പാത്തിയും പരത്തി വെച്ചിട്ട് നമുക്ക് വീണ്ടും എല്ലാം വിശദമായിട്ട് കാണാം. ഒരു 10-13 ചപ്പാത്തി ഉണ്ട്. ഇതെല്ലാം പരത്തി കഴിഞ്ഞിട്ട് വീണ്ടും നമുക്ക് കാണാം. ഹിന്ദിയിൽ എന്തിനാ പറയണ? ഇതിന് ഹിന്ദിയിൽ മൂങ്ഫല്ലി എന്ന് പറയും. മുരിങ്ങയ്ക്ക് മൂങ്ഫല്ലിക്ക് ചപ്പാത്തി. ഈ ചപ്പാത്തിക്ക് പാര് കഴിക്കും. ഈ ചപ്പാത്തി കഴിച്ചു നോക്കിയാൽ അറിയാം നിങ്ങൾക്ക്. പിന്നെ വീണ്ടും കഴിക്കാൻ തോന്നും. ഈ ചപ്പാത്തി കഴിച്ചാലുള്ള ഗുണം എന്ന് പറഞ്ഞാൽ മുരിങ്ങക്കയിലുള്ള എന്തെല്ലാം സ്വാദ് കിട്ടുമോ അതെല്ലാം ഈ ചപ്പാത്തിയിലുണ്ട്. അതുകൊണ്ട് ആരോഗ്യത്തിന് നല്ലതാണ്. മുരിങ്ങ ഇലയും നല്ലതാണ്, മുരിങ്ങ കീരയും നല്ലതാണ്, മുരിങ്ങക്കായും നല്ലതാണ്.
ാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. മുരിങ്ങയ്ക്ക വേവിച്ച വെള്ളത്തിലാണ് ഈ ചപ്പാത്തി ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പൊ അതിന്റെ സ്വാദ് അത്രയും ഈ ചപ്പാത്തിയിൽ കാണും. ഈ ചപ്പാത്തിക്ക് പ്രത്യേക കറിയൊന്നും വേണ്ട. ഒരു ചെറിയ ഒരു ഇതുപോലെ അച്ചാറും സകല തൈര് സലാഡും മതി. നോർത്ത് ഇന്ത്യയിൽ ഈ ചപ്പാത്തിക്ക് കൂടുതൽ കറിയൊന്നും ഉപയോഗിക്കില്ല. സലാഡും അച്ചാറും കൂടെ കൂട്ടിയാണ് തിന്നുന്നത്. കറ്റിയൊന്നുമില്ല. ചപ്പാത്തി ഇങ്ങനെ കെക്കും. ഇതിന് കഴിവുള്ളവർ കഴിച്ച് കഴിക്കാം, കുഴപ്പമൊന്നുമില്ല. ഇത് കഴിച്ചുകൂടാന്നല്ല. പക്ഷെ ഇതിന്റെ സൈഡ് എന്ന് പറയുന്നത് വെറും തൈര് സലാഡും ഈ അച്ചാറുമാണ് മെയിനായിട്ട് എടുക്കുന്നത്. ദോശ കല്ലൊന്ന് കത്തിച്ച് റെഡിയാക്കിക്കോ. കല്ല് ചൂടാവട്ടെ. എല്ലാ ചപ്പാത്തിയും പരത്തി കഴിഞ്ഞു. ഇനി നമുക്ക് ചുട്ടെടുക്കാം. കല്ല് ചൂട് കൂട്ടാം. ഇല്ല ഇല്ല ഇല്ല. ചപ്പാത്തി ഇടാം. എത്ര സമയം വേണം? ഒരു 5 മിനിറ്റ് പിടിക്കും. കല്ല് ഒന്നാമത് ആദ്യമായി ചൂടാവുന്നതിന്റെ കല്ല് ചൂടായി വരുമ്പോൾ കുറേ കൂടി സമയം പിടിക്കും. ചപ്പാത്തി വെന്ത് വരണ്ടേ? ചൂടായില്ല. കല്ല് നല്ല തിളച്ച് കിടന്നാലും ചപ്പാത്തി ഇട്ട ഉടനെ നല്ല പൊള്ളി വരും. പൊള്ളും. തലയ്ക്ക് 2 അടി തന്നാ പൊള്ളും. എണ്ണ ചേർക്കാം. നെയ്യ് ചേർക്കാം, ഡാൽഡ ചേർക്കാം, ബട്ടർ ചേർക്കാം. ഓരോരുടെ താല്പര്യം അനുസരിച്ചാണ്. താല്പര്യം അനുസരിച്ച് നെയ്യോ എണ്ണയോ ബട്ടറോ എന്ത് വേണമെങ്കിലും ചേർക്കാം. ഇങ്ങനെ പൊങ്ങി വരണത്? പിന്നെ പൊങ്ങി വന്നാലേ ചപ്പാത്തി സോഫ്റ്റ് ആയിരിക്കുള്ളൂ, അല്ലെങ്കിൽ മരം പോലെ ആയിപ്പോകും. एक चपाती तो हो गया, अभी दूसरा डालेंगे. കണ്ടിട്ട് ബോളിയിൽ കളർ ഉണ്ടല്ലോ. ബോളിയെന്ന് വെച്ചാൽ ഇതിൽ മധുരം ഇല്ലാത്ത ബോളിയൊന്നും ചെയ്യാം. 3 ചപ്പാത്തി റെഡിയായി. ഇനി ബാക്കിയുള്ളത് പിന്നെ നമുക്ക് എല്ലാം ചുട്ട് കഴിഞ്ഞിട്ട് നമുക്ക് കാണിക്കാം, വീഡിയോയിൽ കാണിക്കാം. ചപ്പാത്തി റെഡിയായി. ഇതിന്റെ ബാക്കി കാര്യം കൂടെ പറയാം. ഈ ചപ്പാത്തിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മളെ ഭാരതത്തിന്റെ പ്രഥമർ ഇഷ്ടപ്പെട്ട് കഴിക്കുന്ന ഒരു ചപ്പാത്തിയാണ് വിഭവം ഇത്. ഭാരത പ്രഥമർ. അതെ അതെ അതെ. അദ്ദേഹം തന്നെ ചാനലിൽ കൂടെ 2-3 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഈ ചപ്പാത്തി വളരെ ഇഷ്ടപ്പെട്ട് കഴിക്കുന്നതാണ്. ബാക്കി റെഡി ആയിട്ട് പറയാം. ചപ്പാത്തി റെഡിയായി കഴിഞ്ഞു. ഇതാണ് ഫൈനൽ. ഏറ്റവും ലാസ്റ്റിലുള്ള റെഡി ആയതാണ്. ഇത് നമ്മളെ ഭാരത പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇഷ്ടപ്പെട്ട് കഴിക്കുന്ന ഒരു വിഭവമാണ്. ഈ ചപ്പാത്തി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, കഴിച്ചു നോക്കി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം. ഫേസ്ബുക്കിലാണെങ്കിൽ ഫോളോ ചെയ്യണം. അടുത്ത വീഡിയോ വരയ്ക്കും ബൈ. അടുത്ത വീഡിയോ വരയ്ക്കും ബൈ.